എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇംഗ്ലണ്ട് ഇന്ത്യ സെമി ഫൈനൽ മാച്ച് രാത്രി 7 മണിക്ക് ആരംഭിക്കുകയാണ്. ഇതിനു മുമ്പ് 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ 29 തവണ മത്സരിച്ചിട്ടുണ്ട്. ആ 29 മത്സരങ്ങളിൽ 17 മത്സരങ്ങളിൽ ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. 12 മത്സരങ്ങളിലാണ് ഇംഗ്ലണ്ട് ജയിച്ചിട്ടുള്ളത്. ഇവിടെ വിജയിച്ച മത്സരങ്ങളിൽ മുൻതൂക്കം ഇന്ത്യക്കാണെങ്കിലും ഒരു കടം തീർക്കാൻ വേണ്ടി കൂടിയായിരിക്കും ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. കാരണം 2022 സെമി ഫൈനൽ അങ്ങനെ ആരും പെട്ടെന്ന് മറന്നിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്കും വലിയൊരു തോൽവിയായിരുന്നു ഇന്ത്യക്ക് അന്ന് നേരിടേണ്ടി വന്നത്. അതായത് 168 റൺസ് എടുത്ത ഇന്ത്യയെ 10 വിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ന് ഇംഗ്ലണ്ട് ജയിച്ച് ഇന്ത്യയെ പുറത്താക്കിയത് ആ ഒരു സെമി ഫൈനലിൽ. ആ ഒരു മത്സരത്തിൽ കുറച്ചെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തത് വിരാട് കോഹ്ലിയും അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയൊക്കെയാണ്. വിരാട് കോഹ്ലി 40 ബോളിൽ 50 അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ എനിക്ക് തോന്നുന്നു ഒരു 40 ബോളിൽ 75-78 റണ്ണെങ്ങാനും ആ ഒരു മത്സരത്തിൽ ആ സമയത്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു മത്സരം ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു നടന്നത്. സെക്കൻഡ് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് വെറും 16 ഓവറിൽ ആ റൺസ് അടിച്ചെടുത്തിട്ടുണ്ട്. ജോസ് ബട്ട്ലറും അതേപോലെ തന്നെ അലക്സ് സെയിൽസും കൂടെ 80 റൺസിൽ കൂടുതലാണ് അന്ന് അടിച്ചെടുത്തത്. അവർ രണ്ടുപേരും ഫേസ് ചെയ്ത ബോൾ എനിക്ക് തോന്നുന്നു 40-45 ബോളെങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ളൂ. 16 ഓവറിൽ അവർ ലക്ഷ്യം കാണുകയും ചെയ്തു. അന്ന് ഒരു നാണം കെട്ട തോൽവി തന്നെയായിരുന്നു ഇന്ത്യക്ക് ആ ഒരു സെമി ഫൈനലിൽ. എന്തായാലും ഇന്ന് ഇന്ത്യ കളത്തിലിറങ്ങുക ആ ഒരു നാണക്കേട് മാറ്റാൻ കൂടിയായിരിക്കും. കാരണം ഇന്ത്യക്ക് കഴിഞ്ഞ കളിയിൽ നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബോളിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ബോളേഴ്സിന് അത്യാവശ്യം നല്ല അടി കൊള്ളുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു ഫാക്ട് തന്നെയാണ്. ഈ ഒരു ടൂർണമെന്റിൽ ബോളേഴ്സിന് പെട്ടെന്ന് വിക്കറ്റ് എടുക്കാൻ അങ്ങനെ സാധിക്കുന്നില്ല. അതൊരു ഇഷ്യൂ തന്നെയാണ്. ബുംറയൊക്കെ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ടെങ്കിലും വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഒരുപാട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഫീൽഡിങ്ങിൽ പോരായ്മകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് നല്ലൊരു ഉഷാറ് വരുത്തിയിട്ടുണ്ട്. കാരണം സഞ്ജു ഇപ്പോൾ നല്ല ഫോമിലാണ്. സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്യും എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. സഞ്ജുവിന് ആകെ കൂടെ കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ. കാരണം ആ ഒരു കിട്ടിയ കഴിവ് നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കാണുന്ന മാച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വേൾഡ് കപ്പ് ആയിരിക്കും എന്നായിരുന്നില്ലേ? അത് അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട കളി എന്ന് പറയുന്നത് ലാസ്റ്റ് മാച്ചാണ്. അതായത് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സൂപ്പർ 8-ലെ കളി. അതായത് 54 കോടി ആൾക്കാരാണ് അത് OTT പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ TV ചാനലുകൾ വഴിയും കണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് കണ്ടത് ആകെ 46 കോടി മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, സഞ്ജുവിന് കഴിഞ്ഞ കളിയോടെ മറ്റൊരു ഉപകാരം കൂടെ അല്ലെങ്കിൽ ഒരു നേട്ടം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 65-ാം സ്ഥാനത്തായിരുന്ന സഞ്ജു ഇപ്പോൾ 40-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ICC റാങ്കിങ്ങിൽ. അതുകൂടാതെ കഴിഞ്ഞ ഒരു മാച്ച് കഴിഞ്ഞതോടുകൂടി സഞ്ജുവിന് ഒരു 2 മില്യൺ ഫോളോവേഴ്സും അധികമായിട്ടുണ്ട്. അതൊരു വലിയ കൂടുതൽ തന്നെയാണ്. ഒരുപാട് ഫാൻസ് സഞ്ജുവിന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാച്ചിന്റെ പെർഫോമൻസോടുകൂടി. എന്തായാലും ഇന്നും സഞ്ജു ഇറങ്ങുന്നത് കഴിഞ്ഞ കളിയിലുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കും. കഴിഞ്ഞ കളിയിലെ പോലെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഇന്നിങ്സ് പുറത്തെടുക്കാനായിരിക്കും സഞ്ജു ശ്രമിക്കുക. സഞ്ജുവിന് മാത്രമല്ല ഈ അഭിഷേക് ശർമ്മയ്ക്കും ഇംഗ്ലണ്ടുമായിട്ട് നല്ലൊരു റെക്കോർഡ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച കളിയിൽ നല്ല രീതിയിൽ അഭിഷേക് പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റണ്ണ് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഇഷാൻ കിഷൻ ഇവരൊക്കെ നന്നായിട്ട് കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. പിന്നെ എല്ലാവരും സംശയത്തോടെ കണ്ട ഒരു കാര്യമായിരുന്നു സഞ്ജു പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. സഞ്ജു എന്തായാലും കളിക്കുന്നുണ്ട് എന്നാണ് ഈ വരുന്ന വാർത്തകളൊക്കെ പറയുന്നത്. എന്തായാലും ഇന്നത്തെ കളിയിൽ പ്ലേയിങ് ലെവലിൽ കളിക്കാൻ സാധ്യതയുള്ളവരെ പേര് ഒന്ന് ഞാൻ വായിക്കാം. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ശുഭം ദുബൈ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ ഇവരൊക്കെയാണ് പ്ലേയിങ് ലെവലിൽ കളിക്കുന്നത് എന്നാണ് കിട്ടുന്ന വിവരം. എന്നാലും 2022 ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന ആ ഒരു പുറത്താവൽ അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് ഈ ഒരു മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് ആ ഒരു പ്രതികാരം എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല സഞ്ജുവിന് ഈ ഒരു കളിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. അത് കാണാൻ ഒരുപാട് ക്രിക്കറ്റ് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതോ ഒരു ജോത്സ്യനൊക്കെ ഇങ്ങനെ പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. സഞ്ജു 103 റൺസ് എടുക്കും എന്നൊക്കെ. ഇതൊക്കെ എപ്പോഴാണോ പ്രവചിക്കുന്നത് നമ്മളൊന്നും ഇതൊന്നും കാണുന്നില്ല. ഇതിനു മുമ്പും എന്തൊക്കെയോ പ്രവചിച്ചിട്ടുണ്ട് ഈ സാമി. അതൊക്കെ സത്യമായിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ 70 റൺസിന് മുകളിൽ സഞ്ജു എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്നത്. ഇതിലൊന്നും വലിയ വിശ്വാസമുള്ള കാര്യമൊന്നുമില്ല. എന്തായാലും എല്ലാവരും പറയുന്നത് പോലെ സഞ്ജുവിന് ഈ ഒരു മത്സരത്തിൽ സെഞ്ചുറിയൊക്കെ അടിക്കാൻ സാധിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി മുന്നോട്ട്. എന്തായാലും ഇന്ത്യ ജയിച്ച് ഫൈനലിൽ എത്താൻ സാധിക്കട്ടെ, ആ കപ്പ് ഉയർത്താൻ സാധിക്കട്ടെ 2024 പോലെ തന്നെ.